ഒരു 30 അല്ലെങ്കിൽ 40 വയസ്സ് കഴിയുന്ന പുരുഷന്മാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിൻ്റെ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ മൂത്രം പോകുന്ന സമയത്ത് ഭയങ്കര വേദനയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുണ്ട്. മൂത്രം ഉറ്റി പോയതിന് ശേഷം പിന്നെ തുള്ളി തുള്ളിയായിട്ട് പോവുക, തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ മൂത്രം പോവുക. ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടാറുണ്ട്. ഇപ്പം നമ്മൾ പല പല വീഡിയോസും ഇതിനെ സംബന്ധിച്ച് ചെയ്യുന്ന സമയത്താണ് ആളുകൾ നമ്മളെ ക്ലിനിക്കിലേക്ക് വന്നിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഡോക്ടറെ, നിങ്ങൾ ചെയ്തത് ഞാൻ ഇത്രയും കാലം അനുഭവിച്ചൊരു പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട് എന്നോ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആളുകൾ സന്തോഷിച്ചിട്ടൊരു കാര്യമാണ്. ഇതിന് പല റീസൺസ് ഉണ്ട്. നമ്മുടെ യൂറിനറി ഇൻകോണ്ടിനൻസ് മുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതും ഇതിൻ്റെ പ്രതിവിധി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഷിബിലി സാറാണ്. മിസിരിയ ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. സർ, ഇന്ന് ഒരുപാട് ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മൂത്രം തുള്ളി തുള്ളിയായിട്ട് പോവുക, അല്ലെ പോകുന്ന സമയത്ത് ഇടവിട്ട് പോവുക. അതായത് മൂത്രം പോയി പിന്നെ ഒന്ന് സ്റ്റോപ്പായി പിന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോവുക. ഇപ്പോൾ പോകുന്ന സമയത്ത് ഭയങ്കര വേദനയാണ്, ചിലപ്പോൾ ബ്ലഡ് വരെ വരുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയോ ഒരു തോന്നൽ അങ്ങനെ വരിക. നോക്കുന്ന സമയത്ത് ചിലപ്പോൾ തുള്ളി തുള്ളിയായിട്ട് മൂത്രമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടാവും. ചില സമയത്ത് ഒന്ന് തുമ്മുമ്പോയോ ചുമക്കുമ്പോയോ മൂത്രം പോയോ. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ശരിക്കും എന്താണ് ഇങ്ങനെ ആളുകൾക്ക് വരാനുള്ള കാരണം, അല്ല എങ്ങനെയാണ് ഇത് ആളുകൾക്ക് എഫക്റ്റ് ചെയ്യുന്നത്? ഈ മൂത്രത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ വരാറുണ്ട്. ഒന്ന് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം, മറ്റൊന്നാണ് PMD, പോസ്റ്റ് മിക്ചുറേഷൻ ഡ്രിബ്ലിംഗ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം PMDനെ കുറിച്ച് പറഞ്ഞുതരാം. അതാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്തേക്ക് വന്ന കേസ് എന്ന് പറയുന്നത്. PMD എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 തുള്ളി വരിക. ഫുള്ള് മൂത്രമൊഴിച്ചു, കുറേ നേരം ഇരുന്ന് മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ടും പിന്നെ ഒന്ന് 2 അടി നടക്കുമ്പോഴത്തേന് ഒരു 2 തുള്ളിയാണ് വരുന്ന അവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിട്ട് ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് തരി ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. കാരണം മണിക്കൂറുകളോളാണ് അവരുടെ സമയം ഈ ടോയ്ലറ്റിൽ പോകുന്നത്. ഇത് വൃത്തിയാക്കി നിസ്കാരം വരെ നഷ്ടപ്പെടുന്ന ആളുകൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന കേട്ടോ. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം, എന്നിട്ട് ഞാൻ പ്രോസ്റ്റേറ്റിലേക്ക് കിടക്കാം. കാരണം ഇത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചെയ്യേണ്ട പരിപാടികൾ ചെയ്യാഞ്ഞിട്ടാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു മൂത്രസഞ്ചി ഉണ്ട്. ഈ മൂത്രസഞ്ചി ഒരു വെള്ളത്തിൽ ടാങ്ക് പോലെ സങ്കല്പിക്കാം, നമ്മൾ വീട്ടിലെ ടാങ്ക്. ഇതിൽ മൂത്രം ഇങ്ങനെ വന്ന് നിറയും ഈ ടാങ്കിൽ. പിന്നെ ഒരു പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ലിംഗത്തിൻ്റെ അറ്റത്ത് വന്ന് അവസാനിക്കുന്ന ഒരു പൈപ്പ്. അപ്പോൾ ഇതിൽ മൂത്രം നന്നായിട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല സ്ട്രോങ്ങിൽ നമ്മൾ മൂത്രമൊഴിക്കാൻ നിന്നാൽ നല്ല സ്ട്രോങ്ങിലാണ് മൂത്രം വരും. പിന്നെ അത് മൂത്രത്തിൻ്റെ അളവ് ഇങ്ങനെ ടാങ്കിൽ കുറയുമ്പോൾ ആ മൂത്രത്തിൻ്റെ സ്പീഡ് കുറഞ്ഞ് നിൽക്കും. പക്ഷേ നിന്നാലും ഈ പൈപ്പിൻ്റെ അകത്ത് എന്തുണ്ടാവും, കുറച്ച് മൂത്രം ഉണ്ടാവും. ഈ മൂത്രം നമ്മൾ ശരിക്ക് നെക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മൾ 2 അടി നടക്കുമ്പോൾ അതിൻ്റെ ഇളകിയിട്ടാണ് പുറത്തേക്ക് വരും. ഇതാണ് 2 തുള്ളി മൂത്രം വരുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്, ഇത് പോകുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ പൈപ്പിനെ പിഴിഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ പരിപാടി കുറേ സോൾവ് ആവും. ഒരു 90% തന്നെ മാറാറുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ പൈപ്പ് പോകുന്ന ലൊക്കേഷൻ നമ്മൾ 2 തൊടിൻ്റെ ഇടയിലുള്ള നമ്മുടെ സഞ്ചിൻ്റെയും മലദ്വാരത്തിൻ്റെ ഇടയിലൊരു ഭാഗമുണ്ട് നമുക്ക്. ആ ഭാഗത്ത് കൂടെയാണ് ആ പൈപ്പ് പോകുന്നത്. അപ്പോൾ മൂത്രമൊഴിച്ച് ഫസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഭാഗത്ത് നന്നായിട്ട് മലദ്വാരത്തിൻ്റെ ഭാഗത്തുനിന്ന്, ഇപ്പോൾ ഇവിടെ മലദ്വാരമാണെങ്കിൽ ഇവിടെ നമ്മൾ സഞ്ചി ഉണ്ട് നോക്കുക, ഇവിടെ ഇങ്ങനെ കുറച്ച് പ്രഷറിൽ മുന്നോട്ട് നല്ല തടവി കൊടുക്കുക. അപ്പോൾ അവിടെയുള്ള മൂത്രം കുറച്ചുകൊണ്ട് പോരും. പിന്നെ മൂത്രം ഉണ്ടാവുക നമ്മൾ ലിംഗത്തിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ടത്, ലിംഗം എങ്ങനെയാണെങ്കിൽ പല ആളുകളും പിഴിയാൻ പിഴിയുമ്പോൾ ഇങ്ങനെ സൈഡ് പിടിച്ച് പിഴിയും. പക്ഷേ സൈഡ് പിടിച്ച് പിഴിയേണ്ട ഒരു കാര്യമില്ല. കാരണം ആ പൈപ്പ് പോകുന്ന താഴത്ത് കൂടെ. അപ്പോൾ അടിയിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ പിഴിയണം, താഴത്തു കൂടെ പിഴിയാം. അപ്പോഴും കുറച്ച് മൂത്രം പോരും. പിന്നെ ഇതിൻ്റെ ഹോള് പൊത്തി പിടിച്ചിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക, ലിംഗം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന തുള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വന്നോളും. എന്നിട്ട് അത് ലിംഗം മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഷെഡിയോ ഇന്നേഴ്സ് എന്താ ഉള്ളത് വെച്ചാൽ അത് മുകളിലേക്ക് ലിംഗം ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ, ഹോള് മുകൾക്കാകുന്ന രീതിയിൽ വെച്ചിട്ട് ഇത് കയറ്റി കൊടുത്താൽ ആ മൂത്രം ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. ആ വരുന്ന ബുദ്ധിമുട്ട് ഒരു 90% ആളും ഇതുകൊണ്ട് തന്നെ റിലീഫ് കിട്ടാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ സംശയം ഉസ്വാസം ഉണ്ടാവട്ടെ ചിലർക്ക്. അതിന് സംബന്ധിച്ച് സംശയങ്ങൾക്ക് പിന്നാലെ പോകണ്ട. ഉസ്വാസമാകുന്ന രീതിയിൽ അത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ
ഓക്കെ. ഇത് ഇപ്പം ഈ ഒരു വിഷയം, അതായത് പലപ്പോഴും നമ്മൾ അറിയണത് ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെടുത്ത ആളുകൾ വരുന്ന സമയത്താണ്. കാരണം ഇത് നമ്മൾ ചെയ്തൊരു വീഡിയോൻ്റെ പുറത്താണ് നമ്മൾ ആളുകൾക്ക് ഇത് അത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ഫോളോ അപ്പിനല്ല, അവർ ഫീഡ്ബാക്ക് പറയാൻ വരികയാണ്. അതായത് അത്രക്ക് പ്രശ്നമുണ്ട്, അത്രക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകുന്ന ആളുകൾ എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് ഡോക്ടറെ എനിക്കിത് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പോവാണ്. അതായത് നമുക്കത് കേൾക്കുമ്പോൾ വളരെ, അതെ, ആ സന്തോഷം കേൾക്കുമ്പോൾ അവരെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഭയങ്കര, നമുക്കും ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഇതിൽ പോകും. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ ഡോക്ടറോട് ചോദിക്കാം. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടക്കാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡോക്ടർ ഓൺലൈനും ഓഫ്ലൈനും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. സർ, എന്താണ് ഈ ഒരു പ്രശ്നം വരാനുള്ളൊരു കാരണം? ഒന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മൾ തടവാത്തുള്ള പ്രശ്നം. ഇനി തടവിയിട്ടും നിങ്ങൾക്ക് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ 2-3 സാധ്യതകളാണ് നമുക്കുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞ ആ പൈപ്പ് ഉണ്ടല്ലോ, ടാങ്കിൽ നിന്ന് ഇങ്ങനെ വരുന്ന പൈപ്പ്, ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ്, ആ പൈപ്പിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ഗ്രന്ഥി ഉണ്ട് നമുക്ക് പുരുഷന്മാർക്ക്. ആ ഗ്രന്ഥി ഇങ്ങനെ നിൽക്കുകയാണ്, സൈഡിൽ നിന്ന് നിൽക്കുക. നോർമലി ആ ഗ്രന്ഥിൻ്റെ അകത്തു കൂടെയാണ് എന്ത് പോകുന്നത്, ഈ പൈപ്പ് പോകുന്നത്. അപ്പോൾ നോർമലി ഒരു മനുഷ്യന്മാർക്ക് ഒരു 20 ml ഒക്കെ സൈസ് ഉണ്ടാവുക, 20 cc ഒക്കെ സൈസ് ഉണ്ടാവും. പക്ഷെ ഇത് ഒരു വയസ്സാകുമ്പോൾ, ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഈ ഗ്രന്ഥി വീങ്ങും. ഒരു ഓട്ടോമാറ്റിക്കലി വീങ്ങും. ഒരു പ്രശ്നമുള്ളതുകൊണ്ടല്ല, പക്ഷെ അത് വീങ്ങും പ്രശ്നം ഈ പൈപ്പിനെ തമർത്തും, ഈ ഉള്ളിൽ കിടക്കുന്ന പൈപ്പിനെ. അപ്പോൾ ആ പൈപ്പിൻ്റെ ഉള്ളിൽ ഒരു ചപ്പൽ വരും, അതിനോട് മൂത്രം പോകില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ടാങ്കിൽ നിന്ന് മൂത്രം, ഈ സഞ്ചിയിൽ നിന്ന് മൂത്രം കൂടുതൽ പോകില്ല. എത്ര ഒഴിച്ചാലും ഒരു 100 ml കൂടെ ബാക്കി വരുന്നൊരവസ്ഥ. അപ്പോൾ 100 ml ബാക്കി വരുമ്പോൾ ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിക്കൊണ്ടിരിക്കും. ഈ മൂത്രമൊഴിച്ച് കുറച്ച് നടക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഇളക്കം പറ്റിയിട്ട് കുറച്ച് അതിൻ്റെ ഉള്ളിൽ കഴിച്ചിലാകുമ്പോൾ ആ മൂത്രം തുള്ളിയായിട്ട് വരും. അതാണ് 40 വയസ്സായ ആളുകളിൽ ഇത് കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ വീക്ക് ഉണ്ടോ എന്നുള്ളത്. അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ്, നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ USG എടുക്കുക. USG എടുത്തതിന് ശേഷം അത് ഏത് ഗ്രേഡിലാണ് കണ്ടെത്തുക. ഗ്രേഡ് കണ്ടെത്തി അപ്പോൾ തന്നെ പോയി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം മരുന്നും നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോക്കണം. മരുന്ന് കുറയ്ക്കാൻ പറ്റും, നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഓപ്പറേഷനിലേക്ക് പോകാമെന്നുള്ള, അതാണ് ഒരു കേസ്. ഇനി വേറൊന്നും കൂടെ ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് മൂത്രപ്പഴുപ്പ് വരുന്ന ആളുകൾക്ക്. ഇടയ്ക്കിടയ്ക്ക് മൂത്രപ്പഴുപ്പ് വരുമ്പോൾ, നമ്മൾ മൂത്രപ്പഴുപ്പ് പറഞ്ഞ ഒരു ഇൻഫ്ലമേഷൻ ആണല്ലോ, ഒരു നീർക്കെട്ടാണ്. അപ്പോൾ ആ നീർക്കെട്ട് നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് മുറി വന്നു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അവിടെ ഒരു പാട് വരും അല്ലേ, കട്ടിപ്പ് വരൂലേ, മുറി നമ്മൾ സ്റ്റാറിങ് എന്ന് പറയും, തടിപ്പ് വരിക. ഇതേപോലെ നമ്മളെ ഈ മൂത്രനാളത്തിൻ്റെ അകത്ത് തടിപ്പ് വരുമ്പോൾ മൂത്രനാളത്തിൻ്റെ അകത്ത് കൂടെ മൂത്രം പോകാനുള്ള ഗ്യാപ്പ് കുറയും. അതാണ് സ്ട്രിക്ചർ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയും വരാറുണ്ട്. നമ്മൾ സ്കാനിങ് എടുത്തു, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഒരു വീക്കും ഇല്ല എന്നാണെങ്കിൽ ഈ ഒരു ഇത് നോക്കണം. ഇതിൻ്റെ അകത്തേക്ക് സിസ്റ്റോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കിയാൽ ഇത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. ഓക്കെ. ഇത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആളുകൾക്ക് യൂറിനറി ഇൻകോണ്ടിനൻസ്, ചില ആളുകൾക്ക് തുമ്മുമ്പോഴും ചുമക്കുമ്പോൾ ഒക്കെ മൂത്രം പോകാറുണ്ട്. അതും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണോ അല്ലെങ്കിൽ അല്ല, അതിൻ്റെ വേറെ കാരണമാണ്. അത് നമുക്ക് ഞാൻ പറഞ്ഞ ടാങ്കില്ലേ, ഈ ടാങ്ക് തന്നെ എടുക്കുക. ഈ ടാങ്കിൽ നിന്ന് മൂത്രം എപ്പോൾ മൂത്രം എന്ന് പറഞ്ഞാൽ അതേപോലെ അവസ്ഥയല്ലല്ലോ നമുക്കുള്ളത്. ഒരു 300 ml ഒക്കെ ഈ സഞ്ചിയിൽ നിൽക്കും. നമ്മൾക്ക് ആദ്യം മുട്ടൽ വരും അല്ലേ, മുട്ടൽ വന്നതിന് ശേഷം നമ്മൾ വിചാരിക്കുമ്പോൾ മാത്രമേ മൂത്രം പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒരു വാൾവ് ഉണ്ടാവും, സെറ്റപ്പ് ആക്കി വെച്ചാൽ 2 വാൾവ് ഉണ്ട്. ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒന്ന് നമ്മളെ കൺട്രോളിലല്ല. ഒന്ന് മൂത്രം മുട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തുറക്കും. ആ കൺട്രോൾ ചെയ്യാനുള്ളതിന്മേലുള്ള കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ തുമ്മുമ്പോൾ എന്ത് ചെയ്യും, ആ കൺട്രോൾ അത് വീക്കാവുക, ഒരു പ്രഷറായിട്ട് വരും. പ്രഷർ വരുമ്പോൾ അത് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് ഉള്ള പ്രശ്നം കൊണ്ടാണ് ഈ തുമ്മുമ്പോൾ മൂത്രം പോവുക. പിന്നെ സ്ത്രീകളിൽ കാണപ്പെടുന്നത് ഈ ഡെലിവറീൻ്റെ ശേഷമൊക്കെ ആ മസിലുകൾക്ക് വരുന്ന വീക്ക്നെസ്സാണ്, പെൽവിക് ഫ്ലോർ മസിലിന് വരുന്ന വീക്ക്നെസ് ഒക്കെയാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു എക്സസൈസ് ഉണ്ട്, എന്നറിയോ, കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട്. ഈ കീഗൽ എക്സസൈസ് കുറേ ആൾ കേട്ടിട്ടുണ്ടാവും. കീഗൽ എക്സസൈസ് പറഞ്ഞാൽ അത് ചെയ്യാൻ ആദ്യം പഠിക്കണം. അതായത് നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മലദ്വാരത്തിൻ്റെയും സഞ്ചിൻ്റെ അടിയിലൊരു റീജിയൻ ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ളൊരു മസിലാണ്. ആ മസിലിനെ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ, ആ മസിലിനെ നല്ല സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ മൂത്രം പിടിച്ചു വെക്കുന്ന പ്രശ്നങ്ങൾ, ഉദ്ധാരണ പ്രശ്നങ്ങൾ, ടൈമിങ്ങിൻ്റെ പ്രശ്നം, ഇതിനൊക്കെ നല്ല റിലീഫ് കിട്ടും. ഒരു 3 മാസം ചെയ്യുമ്പോൾ ഒരു 80% കേസിലും റിസൾട്ട് കിട്ടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ആ കീഗൽ എക്സസൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. കീഗൽ എക്സസൈസ് ചെയ്യേണ്ടത്, നമ്മൾ മൂത്രം ഒഴിക്കുക എന്ന് സങ്കല്പിക്കുക. അപ്പോൾ മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂത്രത്തിനെ പിടിച്ചു വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അങ്ങനെ ഇപ്പം തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ മൂത്രത്തിനെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. 2 കാര്യം ശ്രദ്ധിക്കണം, വയറ് അമരാൻ പാടില്ല. അതേപോലെ നിതംബം ഉണ്ടല്ലോ, ആ ഭാഗം അമർത്തിയിട്ടുമല്ല പിടിച്ചു വെക്കേണ്ടത്. ഈ ഭാഗത്തുള്ള മസിൽ ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കുക.
ആ പിടിച്ചു വെക്കുന്ന ആക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഒരു മസിൽ ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത് ടൈറ്റ് ആവുന്നുണ്ടാവും. ആ ടൈറ്റ് ആവുന്ന രീതിയിൽ 5 സെക്കൻഡ് പിടിച്ചു വെക്കുക. ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് ടൈറ്റാക്കി പിടിച്ചു വെക്കുക 5 സെക്കൻഡ്, പിന്നെ ലൂസാക്കി 5 സെക്കൻഡ്, ടൈറ്റാക്കി 5 സെക്കൻഡ്. ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും 3 നേരം 10 പ്രാവശ്യം വെച്ച് ചെയ്യാം. ഇത് നല്ല റിസൾട്ടാണ്. ഈ ഉദാഹരണ പ്രശ്നങ്ങൾക്കും ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾക്കും ഉദാഹരണ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് റിലീവ് ചെയ്യും, ടൈമിങ് കിട്ടും. അതേപോലെ ഈ മൂത്രം പെട്ടെന്ന് പോകുന്ന തുള്ളിയായി പോകുന്ന പ്രശ്നങ്ങൾക്ക്, മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാം ശരിയായി കിട്ടും. ഇതില്ലാത്ത ആളുകൾക്കും ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയാൽ ഭാവിയിൽ ഉദാഹരണ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനുള്ള നല്ല സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ എക്സസൈസ്. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇത് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൂത്രത്തിൻ്റെ തടസ്സമാണ്. മൂത്രം വന്ന് കിട്ടൂല, കുറേ നേരം ഇരിക്കണം മൂത്രം ഒന്ന് വരണമെങ്കിൽ, ചെന്നിരുന്നിട്ട്. അതാണ് ഫസ്റ്റ് പറയുക. ഇനി ഇത് വന്ന് കിട്ടിയാൽ തന്നെ ഇതിൻ്റെ സ്പീഡ് കുറവായിരിക്കും. നല്ല സ്പീഡ്, നമ്മൾ ഇതുവരെ മൂത്രം നല്ല പവറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൂങ്ങി ഇറങ്ങുന്ന പോലെ ഉണ്ടാവുക മൂത്രം ലിംഗത്തുനിന്ന്, അങ്ങനെയാണ് ഫീൽ ചെയ്യുക. പിന്നെ രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ എണീക്കേണ്ട അവസ്ഥ. ഈ മൂത്രം എത്ര ഒഴിച്ചിട്ടും ഈ സഞ്ചിയിൽ നിന്ന് പോകാഞ്ഞിട്ടാണത്. രാത്രി ഒരു 5 വട്ടം 4 വട്ടം ഒക്കെ മൂത്രമൊഴിക്കുക. പല ആളുകൾ ഷുഗറിൻ്റെതാണ് ഇങ്ങനെ കൊണ്ട് നടക്കും, പക്ഷേ ഷുഗറിൻ്റെതാവൂല, അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ലക്ഷണങ്ങൾ. പിന്നെ ചില ആളുകളുടെ ഒരു ഫുൾനെസ് അത്രയും വീങ്ങുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു വശം കൂടെ ഉണ്ട്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ക്യാൻസറായി മാറുന്നൊരവസ്ഥ ഉണ്ട്. ക്യാൻസറായി മാറുക എന്ന് പറയാൻ പറ്റില്ല, ഈ വീക്കും ക്യാൻസറും വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാൻസർ ആവുന്ന പറഞ്ഞാൽ കുറച്ച് റെയറാണ്, എങ്കിലും നമ്മൾ നോക്കണം. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക, നമ്മൾ ഈ സെമൻ ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് ഈ ഗ്രന്ഥി വീക്കം അതിൻ്റെ അതേ ലക്ഷണങ്ങൾ, ഈ ബ്ലോക്കും കാര്യങ്ങളും മൂത്രം വരാൻ തടസ്സമൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ സെമൻ അഥവാ ശുക്ലത്തിൻ്റെ കൂടെ ചെറിയൊരു ചുവപ്പ് കളറിൽ രക്തം വരുന്നുണ്ട്. ആ ഭാഗത്തൊരു വേദന ഫീൽ ചെയ്യുന്നുണ്ട്, ബാക്ക് വേദന, പുറം വേദന വരുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ ക്യാൻസറിനെ സസ്പെക്ട് ചെയ്യണം, അതുണ്ടോയെന്ന് സംശയിക്കണം. അതേപോലെ മൂത്രത്തിലും ചെറിയ ചോര വരുന്നുണ്ടെങ്കിലും കേട്ടോ. അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇത് എന്തുകൊണ്ടാണ് വരാനുള്ളൊരു കാരണം? അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കലി കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ഈ ക്യാൻസർ വരാൻ പിന്നെ നമുക്ക് മറ്റുള്ള ക്യാൻസറുകളെ പോലെ തന്നെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോൺ അല്ല. പക്ഷേ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്ക് ഉണ്ടല്ലോ വയസ്സ് കൂടുമ്പോൾ, അതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ കുറച്ചിങ്ങനെ വലുതായി വരും, കുറച്ച് വലുതായി വരും. നമ്മൾ വളർച്ച വരുമ്പോൾ ചെറിയ പ്രായത്തിൽ നിന്ന് ഒരു 15 വയസ്സ് വരെ ഇങ്ങനെ വലുതായി വരും. എന്നിട്ട് 15 വയസ്സ് കഴിഞ്ഞാൽ 40 വയസ്സ് വരെ സ്റ്റില്ല ഇങ്ങനെ നിൽക്കും, വളരൂല, അങ്ങനെ നിൽക്കും. 40 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ ലെവലുകളൊക്കെ മാറുമ്പോൾ അതിലെന്ത് വരും, ഒരു വീക്കം വരുന്നതാണ്. അത് കംപ്ലീറ്റ്ലി ഫിസിയോളജിക്കൽ, അതായത് നമ്മൾ നോർമൽ പ്രോസസ്സാണ്, ഒരു പാത്തോളജി, ഒരു രോഗം കൊണ്ട് വരുന്നതല്ല. ഓക്കെ. ഇപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ തുടക്കം തൊട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരുടെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. കാരണം ഇത് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷനിലേക്ക് വരും, നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള നമ്മളെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ സാർ, എന്തൊക്കെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങളാണ് നമ്മൾ ഇതിൽ കൊണ്ടുവരേണ്ടത്? മെയിനായിട്ട് രാത്രി വെള്ളം കുടിക്കാണ്ടിരിക്കുക. രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വെള്ളം കുടിക്കരുത്. കാരണം വെള്ളം കുടിച്ചാൽ ഈ കൂടുതൽ മൂത്രം ഉണ്ടാവും. മൂത്രം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഒഴിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുമേ. അപ്പോൾ എന്ത്, രാത്രി 5 വട്ടം എണീക്കേണ്ടി വരും, 4 വട്ടം എണീക്കേണ്ടി വരും, ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. പിന്നെ മെയിനായിട്ട് ഇതിന് ഫുഡിനായിട്ട് വലിയ ബന്ധമില്ല. നമ്മൾ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുന്ന അവസ്ഥകൾ ഓവറായിട്ട് ചെയ്യാതിരിക്കുക. കാരണം ഷുഗർ കുറയ്ക്കുക, ചോറ് കുറച്ചാൽ നല്ലതാണ്. ഓവർ വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് നോർമലിലേക്ക് എത്തിക്കുക. ഇതൊക്കെ ജനറലി നമ്മൾ ചെയ്യേണ്ടേ ഉള്ളൂ. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന് വീക്കാൻ പറഞ്ഞാൽ അസുഖം കൊണ്ട് വരുന്നില്ല. പിന്നെ ക്യാൻസറിൻ്റെ നമ്മൾ സാധാരണ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നതും പിന്നെ ക്യാൻസർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ കുറച്ച് ഈ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നത്? കഴിച്ചാൽ പംകിൻ സീഡ്സ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അങ്ങനെ ഫുഡിന് വലിയൊരു ഇൻഫ്ലുവൻസ് കുറവാണ്. നമ്മൾ ഈ പംകിൻ സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എഫക്റ്റ് ഉണ്ട്. പംകിൻ സീഡ്സ് കൂടുതൽ കഴിക്കുന്നത് അതൊക്കെ ഈ പ്രോസ്റ്റേറ്റ് ഹെൽത്തിന് വളരെ നല്ലതായിട്ട് പറയാം. നമ്മൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് എങ്ങനെയാണ് ഇതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രോസ്റ്റേറ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ പംകിൻ സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് അതിൽ വരുന്നത്. അതേപോലെ ബാക്കിയുള്ള കുറച്ച് നമ്മൾ റെയറായിട്ട് നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഒരു മിക്സാണ് ഇതിൽ വരുന്നത്. ഇതൊരു സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ആ പ്രോസ്റ്റേറ്റിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് മാത്രം പോരാ, മെഡിസിൻസും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ വരണം. അപ്പോൾ ഒരു കംപ്ലീറ്റ് ക്യൂറിലേക്ക് എത്തുള്ളൂ. ഇതൊരു സപ്ലിമെൻ്റ്, ഒരു ബൂസ്റ്റ്, പിൻതാങ് എന്ന് അറിയില്ലേ, സപ്പോർട്ട് എന്ന് അറിയില്ലേ, ആ രീതിയിൽ സപ്പോർട്ടിന് നമുക്ക്
നല്ല യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്ന മെഡിസിനാണ് ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ പ്രോസ്റ്റേറ്റ് പല ആളുകൾക്കും ഉദ്ധാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളത് അതെങ്ങനെയാണ്? അത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ? അതെ, പ്രോസ്റ്റേറ്റ് വീങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും. നമ്മൾ ഉദ്ധരിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ധാരണം എന്ന് പറഞ്ഞൊരു വലിയൊരു മിറാക്കിളാണ് ശരിക്കും പറഞ്ഞാൽ. ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ അവിടേക്ക് ബ്ലഡിന് അടിച്ച് കയറിയിട്ട് അതിൻ്റെ അകത്തുള്ള ബ്ലഡ് വെസൽസ് അതിനകത്തൊരു സ്പോഞ്ച് പോലെ കാവർണോസം സ്പോഞ്ചോസം എന്ന് പറഞ്ഞ പ്രത്യേകതരം കോശങ്ങളാണ്, ടിഷ്യൂസാണ്. ആ ടിഷ്യൂവിൻ്റെ അകത്തേക്ക് ഈ ബ്ലഡ് അടിച്ച് കയറി നമ്മൾ സ്പോഞ്ച് ചീർക്കൂലേ, സ്പോഞ്ച് വീർക്കുമല്ലോ, സ്പോഞ്ച് വീർക്കുന്ന പോലെ വീർക്കുകയാണത്. അതാണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് ബ്ലഡ് ഫ്ലോ കുറയും. നമ്മൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴാണ് ഈ ഉദാഹരണം ഇല്ലാണ്ടായി പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം പല അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു, അതിന് വന്നാലുള്ള ലക്ഷണങ്ങൾ പറഞ്ഞു, ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. അത് ഷിബിലി ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ താഴെക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇതിന് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.